പരിശോധന ഏറെക്കുറെ പൂർത്തിയായല്ലോ. അപ്പോൾ കണ്ട കാഴ്ചകളുടെ ഒരു ഭീകരതയൊക്കെ അവസാനം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഇതൊരു അവിടെ ഒരു സുരക്ഷ ഉണ്ടായിരുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടല്ലോ. എന്താണ് ഒരു അനുഭവം? ഡിപ്പാർട്ട്മെൻ്റ് എല്ലാവരും, ഞാൻ മാത്രമല്ല, നടുക്കത്തിയതും മോചിതരായിട്ടില്ല. നിരവധി ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ പോലെ നമ്മുടെ ചൂരൽമലയിൽ പോലെ ഉണ്ടായ അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ വെടിക്കെട്ട് അപകടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ, ഓരോ അവയവങ്ങളും തന്നെ തെറിച്ചു പോയിരിക്കുകയാണ്. അതായത് ഈ ബ്ലാസ്റ്റിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും, ലിംബ്, കൈയും കാലൊക്കെ ഒരു ഭാഗത്ത് കിടക്കുന്നു. ശരീരത്തിലെ ഓർഗൻസ്, ലിവറും സ്പ്ലീൻ തുടങ്ങിയ ഓർഗൻസൊക്കെ വേറെ ഭാഗത്ത് കിടക്കുന്നു. ഇത് ചിന്നിച്ചിതറി കിടക്കുന്നു ശരീരഭാഗങ്ങൾ എല്ലാ ഭാഗത്തും. ആ ബ്ലാസ്റ്റിൻ്റെ ഇഫക്റ്റ്, ആദ്യം വേവ്സിൻ്റെ ഇഫക്റ്റും പിന്നെ അതിൻ്റെ സെക്കൻഡറി ഇഫക്റ്റും ടെർഷറി ഇഫക്റ്റും നമുക്കത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത അത്രയും ഭീകര ഒരു സിറ്റുവേഷനായിരുന്നു. നമുക്കൊരിക്കലും അത്തരമൊരു അപകടം ഇനി ഉണ്ടാവരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള സംഭവം. ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചതാണ്. നമ്മളെല്ലാ സുരക്ഷകളും നമ്മൾ ആദ്യം പറയും ഒക്കെ സുരക്ഷിതമാണെന്ന് പറയും. പക്ഷേ അതിൽ കുറച്ച് കോംപ്രമൈസ് വരുമ്പോഴാണ് എപ്പോഴും ഇത്ര അപകടങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കോംപ്രമൈസ് ഒഴിവാക്കി ഇത്തരം കാര്യങ്ങളിൽ നോൺ കോംപ്രമൈസബിളായിട്ട് ജില്ലാ ആരാന്ന് വെച്ചാൽ എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ പിന്നെയൊക്കെ നിർഭാഗ്യം പറയാം. പക്ഷേ ഇത് ഇങ്ങനൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റണം. അപകടത്തിൽ 4 പേര് കാണാതായിട്ടുണ്ട്. പക്ഷേ ഇവിടെ മൃതശരീരം കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഈ ഒരു സ്ഫോടനത്തിൽ ചിതറി പോകാൻ സാധ്യതയുണ്ട്. അത്രമാത്രം നമുക്ക് 10 ബോഡിയാണ് നമുക്ക് ബോഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ 9 എണ്ണം ഐഡൻറ്റിഫൈഡ് ആണ്. ഇന്നലെ ചികിത്സ മരിച്ച ഒരാളെ കൂടി കണക്കാക്കുമ്പോൾ 9 എണ്ണം ഐഡൻറ്റിഫൈഡ് ആണ്. ഒരാളുടെ ബോഡി ഇപ്പോഴും അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് തുടരുന്നു. അത് കത്തി കരിഞ്ഞതുകൊണ്ടും കൂടിയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട്. ചാർഡ് ബോഡിയായി കുറേ ഭാഗമൊക്കെ കത്തി കരിഞ്ഞ് ചാറിങ് ഒന്ന് പൊടിഞ്ഞു പോണ പോലെ. ശരി, നല്ല അത്രയും ഹൈ ടെമ്പറേച്ചർ, ഏകദേശം എനിക്ക് തോന്നുന്നു നല്ലൊരു ആ ബ്ലാസ്റ്റ് കത്തുമ്പോൾ ഏകദേശം സൂര്യൻ്റെ താപനിലയോടെ എടുക്കുന്ന ഒരു താപനിലയിലേക്കൊക്കെ പോകുന്ന രീതിയാണ് ഉണ്ടാവാറ് സാധാരണ. അപ്പോൾ ഭയങ്കരമായിട്ടൊരു ബ്ലാസ്റ്റിൻ്റെ ഒരു ഭയങ്കര ഇഫക്റ്റും ബേൺസിൻ്റെ ഇഫക്റ്റും ഇതൊക്കെ കൂടി ശരീരം മനസ്സിലാക്കാൻ പറ്റാത്ത അത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വിവിധ ശരീരഭാഗങ്ങൾ 28ഓളം ശരീരഭാഗങ്ങൾ ഇപ്പോൾ DNA അയച്ചിട്ടുണ്ട്. ഇന്നലെ മിനിസ്റ്റർ വന്നിരുന്നായിരുന്നു, രാജ് മിനിസ്റ്ററും വാസ മിനിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അവരെ മൊബൈൽ യൂണിറ്റ് എത്തിക്കാനുള്ള സ്റ്റെപ്സ് എടുക്കാനുള്ള ഇന്ന് എത്തുന്നതാണ് എടുക്കാനുള്ള സ്റ്റെപ്സ് എടുക്കാമെന്ന് മന്ത്രിമാർ പറഞ്ഞിട്ടുണ്ട്. DNA പരിശോധനയ്ക്ക് വേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 28 എണ്ണം പോലീസ് ഇൻക്വസ്റ്റ് കഴിഞ്ഞിട്ട് അത് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുത്തതാണ്. അത് ഹ്യൂമൻ ബോഡി പാർട്സ്, അതിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള മെറ്റീരിയൽ മുഴുവൻ നമ്മൾ കളക്ട് ചെയ്ത് പോലീസിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ DNAക്ക് ഇന്നലെ തന്നെ അയച്ചത്. DNA രാജീവ് ഗാന്ധിയിൽ നിന്ന് വന്ന 2 സ്റ്റാഫുകൾ അതും കൊണ്ട് അവർ പോയിട്ടുണ്ട്. അവരൊന്ന് പ്രോസസ്സ് തുടങ്ങി കാണും. 2 ദിവസത്തിനുള്ളിൽ, മാക്സിമം 3 ദിവസമാണ് പറഞ്ഞത്, 2 ദിവസത്തിനുള്ളിൽ തന്നെ റിസൾട്ട് ആക്കാൻ പറ്റുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ നല്ല മസിൽ ഇതൊക്കെ എല്ലാത്തിനും മസിലിൻ്റെയും ബോണിൻ്റെയും ഒക്കെ ബിറ്റെടുത്തിട്ടുണ്ട്. ഈ മസിൽ നല്ല മസിലാണെങ്കിൽ ചില പെട്ടെന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ബോഡിയിൽ നിന്നാണെങ്കിൽ പിന്നെ പ്രോസസ്സ് കുറച്ച് വൈകും. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ഒരു രൂപരേഖ ഉണ്ടാവും. പോലീസിൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ അവശിഷ്ടങ്ങളിൽ 2 പേരുടെ ബോഡി ഉണ്ടെന്ന് ഏകദേശം ഉറപ്പിക്കാൻ പറ്റുന്ന രീതിയിലുണ്ട്. വിവിധ ബോഡി പാർട്സ് നോക്കുമ്പോൾ, ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ നോക്കുമ്പോൾ 2 ബോഡിയെങ്കിലും ഈ അവശിഷ്ടങ്ങളിൽ ഉണ്ടാവണം എന്നാണ്. പിന്നെ മറ്റുള്ള ബോഡി പാർട്സ് ഇപ്പോൾ ഇതിൽ ഐഡൻറ്റിഫൈഡ് ചെയ്ത ആളുകളുടെ ബോഡി പാർട്സ് അതിനുള്ളിലുണ്ടാവും. പിന്നെ അത് നിരവധി ബോഡി പാർട്സ്, ഞാൻ 2 മിനിമം പറഞ്ഞത്, അതിൽ കൂടുതലുണ്ടാവാം. അപ്പോൾ അത് പരിശോധനയോട് മാത്രമേ സാധിക്കുള്ളൂ. ഇല്ല, അങ്ങനെ എത്ര കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. 4 കൂടുതലുണ്ടാവുമ്പോൾ എനിക്കറിയില്ല. അത് നമുക്ക് പറയാൻ, അത് DNA ചെയ്ത് തന്നെ അറിയണം, മനസ്സിലാകണം. അത് ഞാൻ അത്രയും പറയാം. മിനിമം എത്ര പേരുണ്ടെന്നുള്ളിടത്തോളം ഒരു അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ സ്പൈനായിരുന്നു, 2 സ്പൈൻ 3 സ്പൈൻ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് മരിച്ചത് നമുക്ക് കണക്കാക്കാവുന്നതാണ്. കൂടുതൽ എന്തായാലും ഉണ്ടാവും. 2 പേർക്ക് ഉള്ള ബോഡി പാർട്സ് 2 പേരുടെ ബോഡി പാർട്സ് തന്നെ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം.
ഇല്ല, ഇതിൽ ഫ്രഷ് ബോഡി ആയതുകൊണ്ട് DNA എക്സ്ട്രാക്ട് ചെയ്യാൻ വെല്ലുവിളികൾ കുറവാണ്. ഈ കരിഞ്ഞ പാർട്സിൽ നിന്ന് നമുക്ക് ഇൻഡാക്ട് മസിൽസ് ഒക്കെ കിട്ടിയതുകൊണ്ട് DNA എക്സ്ട്രാക്ഷൻ വലിയ ബുദ്ധിമുട്ടാവില്ല. ബോണും നല്ല ബോൺ മാത്രം എടുത്ത് നല്ല ഭാഗത്തിന് കരിയാത്ത ബോൺ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DNA എക്സ്ട്രാക്ഷൻ ബുദ്ധിമുട്ടാവില്ല. ഈ ബേൺഡ് ബോഡിയിലേക്കാണ് DNA എക്സ്ട്രാക്ഷൻ കൂടുതൽ ബുദ്ധിമുട്ടാവുക. അതിൻ്റെ കത്താത്ത ഭാഗത്തു നിന്ന് ബോൺ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഈ ശരീരഭാഗത്തിൻ്റെ കണക്ക് പറയുന്നതിൽ അർത്ഥമില്ല. ശരീരഭാഗങ്ങൾ കുറേ ശരീരഭാഗങ്ങൾ തൊലി മാത്രമാണ്, ചിലപ്പോൾ ഒരു അവയവം അത് ലങ്സ് മാത്രമാണ്, ലിവർ മാത്രമാണ്. ഇതാണ് ബോഡി പാർട്സുകളുള്ളത്. അപ്പോൾ ചിതറിയ പോയി തൊലിയൊക്കെ ചിതറി പോണ ഇതുണ്ടല്ലോ, അത് ചിതറിക്കെടുക്കുകയാണ്. അതൊരു ബോഡി പാർട്ട് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈഡ് ചെയ്ത ആൾക്കാരുടെയും ബോഡി പാർട്ട് അതിനുള്ളിലുണ്ടാവും. അപ്പോൾ അതിൽ എണ്ണത്തിന് കാര്യമില്ല. അപ്പോൾ നമുക്ക് തൃശ്ശൂർ തന്നെ 2006 വെടിക്കെട്ട് അപകടം ഉണ്ടായിരുന്നല്ലോ. അന്ന് 20 പേരോളം മരിച്ചു എന്ന് എൻ്റെ ഒരു ഓർമ്മ. ഞാനന്ന് 2006 ഇവിടെ ഉണ്ടെന്ന്. ഇപ്പം ഈ സ്ഫോടനത്തിൻ്റെ ഈ കരിമരുന്നിൻ്റെ ഈ സ്ഫോടനത്തിൻ്റെ ഇതിൻ്റെ ടെമ്പറേച്ചർ അത്ര ഹൈ ആയിരിക്കും അത് ഉണ്ടാകുമ്പോൾ. പിന്നെ അതിൻ്റെ ബ്ലാസ്റ്റ് ഇഫക്റ്റും ഉണ്ടാകും. അപ്പോൾ എല്ലാ ശരീരത്തിലും ബ്ലാസ്റ്റ് ഇഫക്റ്റ് ഉണ്ട്. കാരണം എല്ലാത്തിനും ബ്ലാസ്റ്റ് തന്നെയാണ് മരണകാരണമായിട്ട് പോകുന്നത്. എല്ലാ ശരീരത്തിലും ബേൺസിനേക്കാളും കൂടുതൽ ഒരു ബോഡിയാണ് കംപ്ലീറ്റ് ബേൺസിലേക്ക് പോയത്. പക്ഷേ ആ ബേൺസിലേക്ക് പോകുമ്പോൾ തന്നെ അതിനൊപ്പം ബ്ലാസ്റ്റും ഉണ്ട്. അപ്പോൾ ഒരു രണ്ടും കൂടി ഒരുമിച്ച് ആക്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെ എത്രത്തോളം ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും ബ്ലാസ്റ്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ എടുത്തു വെച്ചതും അല്ലെങ്കിൽ ഇപ്പോൾ DNA-ക്ക് 28 സാമ്പിൾ കൊടുത്തതും ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. DNA എക്സ്ട്രാക്ട് ചെയ്യാനും നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും. അങ്ങനെ കംപ്ലീറ്റ് ആവേ പോകുന്നില്ല. അത് പറഞ്ഞത് മിനിമം 2 എന്ന് പറഞ്ഞത് സാമ്പിൾസിൽ നിന്ന് നമുക്ക് മിനിമം 2 നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഗ്രോസിലി നമ്മൾ നോക്കുമ്പോൾ അത് സമയം അതിൽ കൂടുതൽ ഉണ്ടാവാം. സ്ഫോടനത്തിൻ്റെ ഇമ്പാക്റ്റാണ്. ഒപ്പം ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ല പൊള്ളൽ എല്ലാവരും പൊള്ളിയിട്ടുണ്ട്. എലോങ് വിത്ത് ഈ ബ്ലാസ്റ്റ് ഇഫക്റ്റ് എല്ലാം ബ്ലാസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരാൾ മാത്രമാണ് കത്തിക്കരിഞ്ഞത്. പക്ഷേ കത്തിക്കരിഞ്ഞത് കുറേയൊക്കെ പോസ്റ്റ്മോർട്ടം ബേൺസാണ്, അതായത് മരിച്ചതിന് ശേഷവും കത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു കരിയണതൊക്കെ പിന്നെ പോസ്റ്റ്മോർട്ടം അത് ജീവനോടെ കത്തി വിശ്വസിക്കാൻ പറ്റില്ല. കുറേയൊക്കെ കരിഞ്ഞു പോയിരിക്കുകയാണ്. ബ്ലാസ്റ്റ് ഇഫക്റ്റാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. പേഴ്സണലി അങ്ങനെ അഫക്റ്റ് ചെയ്യുന്നൊരു രീതിയില്ല. ഇത് നമ്മളെ ജോലിയുടെ ഭാഗമല്ലേ, അതിൽ പേഴ്സണൽ കാര്യങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. തീർച്ചയായും അത് വേദനിപ്പിക്കുന്ന അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, അതിന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും നടക്കത്തിൽ നിന്ന് മോചിതരായിട്ടില്ല എല്ലാവരും. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കാൻ അന്നത്തെ തലേദിവസം 7 മണിയോട് കൂടി ഞങ്ങൾ പോസ്റ്റ്മോർട്ടം, ഞങ്ങൾ മറ്റു ഓർഡറുകളൊന്നും ഞങ്ങൾ വേണമെന്ന് നിർബന്ധം പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ 24 hours ഓട്ടോപ്സി ചീഫ് സെക്രട്ടറിയുടെ ഓർഡറിലുണ്ട് നമുക്ക് എപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സജ്ജരായിരുന്നു. അപ്പോൾ ഇത് സംഭവം കേട്ടപ്പോൾ തന്നെ ACP എൻ്റെ അടുത്തിന് ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ തന്നെ 6 മണിയോട് കൂടി കോർഡിനേറ്റ് ചെയ്ത് തലേദിവസം ഒരു 3 മണിയോട് കൂടി നമ്മൾ കുറേ അവസാനിപ്പിച്ചു. ഇന്നലെ ഉച്ചയോട് കൂടി എല്ലാം അവസാനിപ്പിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. അത് റിപ്പോർട്ട് കൈമാറിയിട്ടില്ല. ഇന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടൈപ്പ് ചെയ്യാനുള്ള ഫോർമാലിറ്റി ഉണ്ട്. അതെ, ഒരു ബോംബ് സ്ഫോടനത്തിൻ്റെ എഫക്റ്റ്. അങ്ങനെ കംപ്ലീറ്റ് ആഷസ് ആയിട്ട് പോകാനുള്ള സാധ്യതകൾ കുറവാണ്. അത് ഏതെങ്കിലും ഒരു ഭാഗം അങ്ങനെ ആഷസ് ആയിട്ട് ചാറിങ് ആയിട്ട് ബോഡി പാർട്സ് പോയി. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈ ചിതറിയ ശരീരഭാഗങ്ങളുണ്ടല്ലോ, ആ ചിതറിയ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ 28 സാമ്പിളിൽ നിന്ന് എനിക്ക് തോന്നുന്നു മിസ്സിങ് ആൾക്കാർ മുഴുവനും 28 സാമ്പിളിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പോലീസിൽ നിന്ന് കിട്ടിയ ഒരു 4 പേര് മിസ്സിങ് ആണെന്ന് പറയാം. ബാക്കി എല്ലാവരും തിരുവമ്പാടിക്കാരുടെ സംസാരം അവരും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് സോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കരിഞ്ഞു പോയി ആ ശരീരം നമ്മളാണ്. പിന്നെ നമുക്ക് ചൂരൽമലയിൽ ഓർമ്മയില്ലേ, ഈ മണ്ണും മറ്റൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ പ്യൂരിഫിക്കേഷനൊക്കെ ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ കുറച്ച് ബോഡി പാർട്സുകളുണ്ട്. അതാണ് ഞാൻ കിട്ടുന്ന ബോഡി പാർട്സ് മാത്രമേ ഇപ്പോൾ എടുത്ത് അയച്ചിട്ടുള്ളൂ. ഇനിയുള്ളത് കിട്ടുന്ന ഉറപ്പില്ലാത്ത ബോഡി പാർട്സുകളാണ്. 28 അയച്ചിട്ടുണ്ട്. 28 അയച്ചിട്ടുണ്ട്.
പിന്നെ 10-30 ബോഡി പാർട്സ് ഇനി ഉണ്ടെന്ന്. ആ ബോഡി പാർട്സ് മുഴുവനും DNA എക്സ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അത് കഴിയുന്ന ഉറപ്പില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ ഉറപ്പുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് ഈ ആ 4 പേരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഇനി അത് മറ്റേ ഇപ്പം ഇവിടെ വെച്ചിരിക്കുന്ന പാടികൾ കുറച്ച് തൊലിയൊക്കെയാണ് ശരീരത്തിൻ്റെ. അപ്പോൾ അത് അവർ അതിനേക്കുള്ളിൽ കൂട്ടിപ്പെടുത്തണമെങ്കിൽ അതും കൂടി ചെയ്യേണ്ടി വരും. അതായത് ഈ ഐഡൻറ്റിഫൈഡ് ആൾക്കാരുടെ ബോഡി പാർട്സ് എല്ലാം ഐഡൻറ്റിഫൈ കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് കൂടുതൽ ബോഡി പാർട്സുകൾ കിട്ടണമെങ്കിൽ അതും കൂടി ചെയ്യേണ്ടി വരും. അത് ഉണ്ടാവും. മൊബൈൽ യൂണിറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണോ പിന്നെ DNA പരിശോധന ഉണ്ടാവും? അവർ 2 കാര്യങ്ങൾ പറഞ്ഞത്. അതിനുള്ള സംവിധാനമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് കാര്യം അപ്പോൾ ജനങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് റിസൾട്ട് കിട്ടുമല്ലോ. അപ്പോൾ രാജ മിനിസ്റ്റർ പറഞ്ഞ അങ്ങനത്തെയാണ് ഇന്ന് രാവിലോട് കൂടി എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് അയച്ചു കഴിഞ്ഞു. അത് അവർ ട്രിവാൻഡ്രത്തെ പറ്റി പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ടാവും. മൊബൈൽ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള മെറ്റീരിയൽ 30 കണക്ക് പറയണ്ട. അത് അതെ, ശ്രമിക്കാമെന്ന് മാത്രം. അതായത് ഇപ്പോൾ നമുക്ക് ഒന്നും ശ്രമിച്ചു നോക്കാതെ പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ നമ്മൾ കണ്ണടച്ച് വേണ്ടാന്ന് വെക്കുന്നതിലും ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ 28 സാമ്പിളിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്ത് ഈ 4 പേരെ വേർതിരിക്കാൻ സാധിച്ചാൽ സക്സസ് ആണ്. അല്ല, ഈ കൊണ്ടുപോയ ബോഡികളുടെയും സാമ്പിൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ DNA ഉണ്ട്. അപ്പോൾ അത് അവർ കൊടുക്കും. അതെ, ക്രോസ് മാച്ച് ചെയ്ത് അവർ കൊടുക്കും. റിലേറ്റീവ്സ് ഇന്നലെ തന്നെ റിലേറ്റീവ്സിൻ്റെ ബ്ലഡ് എടുത്ത് പോയിട്ടുണ്ട്. ഇന്നലെ തന്നെ ആ 4 റിലേറ്റീവ്സിൻ്റെ അവർ ബ്ലഡ് എടുത്തിട്ട് അതും ഇന്നലെ തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇന്നലെ ഉച്ചയോട് കൂടി അവർ പോയിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലായി. ഈ 30 എണ്ണല്ല, 30 വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അതിൽ കൂടുതലുണ്ടാവും ചിലപ്പോൾ. അത് അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ DNA എക്സ്ട്രാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അത് കോൾഡ് റൂമിൽ സേഫാണ്, അത് കേടാവില്ല. ഏതിന്? അതല്ല, ഇത്തരം സംഭവങ്ങൾ ഞാൻ ഇതിൽ ഒരു നിർഭാഗ്യം എന്ന് പറയുന്ന ഒരു സംഭവമല്ല. ഇതുമായി ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ വെടിമരുന്ന് ഓരോ സീസണിലും അതുമായി ജീവിച്ചു. അതും നമ്മളെ തൃശ്ശൂർക്കാരുടെ ഈ വെടിക്കെട്ടെന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഒരു വികാരമാണ് പൊതുവെ. പക്ഷെ അത് സുരക്ഷ നിർത്തിയിട്ട് നടത്തണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതെ, അത് എനിക്ക് തോന്നുന്നു വെടിമരുന്നും ഇതൊക്കെ ഒരു ഭാഗത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചതായിരിക്കും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവുക. ഇതിന് മൾട്ടിപ്പിളായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ തിരി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഭാഗത്ത്, നിറയ്ക്കുന്നത് ഒരു ഭാഗത്ത്, ഇതെല്ലാം ഒരു ഭാഗത്താവുമ്പോൾ ഏരിയയിൽ നിൽക്കണം. അപ്പം അതിന് മാൻ പവർ കുറയ്ക്കണം. ആദ്യം ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒഴിവാക്കി മാൻ പവർ കുറച്ച് ഒരു ഭാഗത്ത് ചെയ്യാം. ഒപ്പം അവരുടെ ആക്സസിബിലിറ്റി ഫയർഫോഴ്സിനും മറ്റും പെട്ടെന്ന് എത്തിച്ചു വരാൻ പറ്റുന്ന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.